السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി അവൻ സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം പതിവായി ഓതേണ്ട സൂറത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്താണ് സജ്ദ സൂറത്ത്. സൂറ യാസീൻ, മുൽക്ക്, റഹ്മാൻ, വാഖിഅ ഇത്തരം സൂറത്തുകളെപ്പോലെ തന്നെ പതിവായി ഓതുന്നതിൽ നിരവധി ശ്രേഷ്ഠതകളുള്ള സൂറത്താണ് അലിഫ് ലാം മീം സജ്ദ അഥവാ സജ്ദ സൂറത്ത്. ഒരു ഹദീസിൽ കാണാം, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാം ഹത്താ യഖറ അലിഫ് ലാം മീം സജ്ദ വ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബാറക സൂറത്തും അലിഫ് ലാം മീം സജ്ദ അഥവാ സജ്ദ സൂറത്തും ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ഓതുന്ന സൂറത്താണ് സജ്ദ സൂറത്തും തബാറക സൂറത്തും. സർവ്വലോകങ്ങളും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഹത്വവും വിശേഷണങ്ങളും അവൻ്റെ കഴിവ്, ജീവൻ നൽകൽ, മരണം, പുനർജീവിപ്പിക്കൽ, ഇത്തരത്തിലുള്ള നാം എപ്പോഴും ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുന്ന സൂറത്താണ് സജ്ദ സൂറത്ത്. മറ്റൊരു ഹദീസിൽ കാണാം, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ജുമുഅത്തി ഫീ സ്വലാത്തിൽ ഫജ്ർ അലിഫ് ലാം മീം തൻസീൽ വഹൽ അതാഅൽ ഇൻസാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅയുടെ ഫജ്ർ നിസ്കാരത്തിൽ അലിഫ് ലാം മീം തൻസീൽ അഥവാ സജ്ദ സൂറത്തും ഹൽ അതാഅൽ ഇൻസാൻ സൂറത്തും ഓതാറുണ്ടായിരുന്നു. ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സജ്ദ സൂറത്തിന് വല്ലാത്ത മഹത്വമാണ്, പോരിശയാണ്. ഇത് പതിവായി ഓതുന്നതിൽ നിരവധി ശ്രേഷ്ഠതകളുണ്ട് എന്നാണ്. മാത്രവുമല്ല, നമ്മുടെ വീട് ഏതാണ്? നാം ഇപ്പോൾ വസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണോ നമ്മുടെ യഥാർത്ഥ വീട്? ആ വീടിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഏത് സമയത്തും ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞ് ഖബറിലേക്ക് പോകേണ്ടവരാണ് നാം. നമ്മുടെ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഐഹിക ജീവിതം നശ്വരമാണ്, പാരത്രിക ജീവിതമാണ് അനശ്വരമായ ജീവിതം. ഒരുപാട് കാലത്തേക്കുള്ള അനന്തമായ ജീവിതമാണ് ഖബർ ജീവിതം. ആ ഒരു വീട്ടിൽ നമുക്ക് രക്ഷ ലഭിക്കാൻ, പാരത്രിക ജീവിതം രക്ഷപ്പെടാൻ നാം പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്ത് സജ്ദയും സൂറത്ത് മുൽക്കും. ഈ സൂറത്തുകൾ പതിവായി പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഖബർ ജീവിതത്തിൽ രക്ഷ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, സജ്ദ സൂറത്ത് പതിവായി ഓതുന്ന ഒരു വ്യക്തി മറ്റു സൂറത്തുകളൊന്നും അയാൾ ഓതിയില്ല, ധാരാളം തെറ്റുകൾ, പാപങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ആ മനുഷ്യൻ നാളെ ആഖിറത്തിലെത്തുമ്പോൾ അവനു വേണ്ടി സജ്ദ സൂറത്ത് ശുപാർശ ചെയ്യുന്നതാണ്. റബ്ബിഗ്ഫിർ ലഹ് ഫഇന്നഹു കാന യക്സുറു ഖിറാഅതി. സജ്ദ സൂറത്ത് നാളെ ആഖിറത്തിൽ പറയാണ്, റബ്ബേ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. എന്താണ് കാരണം? അവൻ എന്നെ ഒരുപാട് ഓതിയ വ്യക്തിയാണ് എന്ന്
ഈ സജ്ദ സൂറത്ത് ശുപാർശ ചെയ്യുന്നതാണ് എന്ന് മാത്രമല്ല, ആ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയും, ഉക്തുബൂ ലഹു ബികുല്ലി ഖതീഅത്തിൻ ഹസന. സജ്ദ സൂറത്ത് പതിവായി ഓതിയ ഈ വ്യക്തിക്ക് ഓരോ തിന്മകൾക്കും കണക്ക് നന്മ എഴുതൂ. അദ്ദേഹത്തിൻ്റെ, ആ മനുഷ്യൻ്റെ വർഫഉ ലഹു ദറജ, ഈ സൂറത്ത് ഓതിയ വ്യക്തിയുടെ പദവിയെ ഉയർത്തുകയും ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുന്നതാണ്. സജ്ദ സൂറത്ത് പതിവായി ഓതിയാലുള്ള പ്രതിഫലം, അതിൻ്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടുകളിലെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷ ലഭിക്കാനും സജ്ദ സൂറത്ത് പതിവായി വീടുകളിൽ നിന്നും പാരായണം ചെയ്യണം. ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ ഫീ ബൈതിഹി, വല്ലൊരുത്തനും അവൻ്റെ വീട്ടിൽ നിന്നും അലിഫ് ലാം മീം തൻസീൽ സജ്ദ സൂറത്ത് പാരായണം ചെയ്താൽ ലം യദ്ഖുലി ശൈത്താനു ബൈതഹു സലാസത അയ്യാം, 3 ദിവസം പിന്നെ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഈ സൂറത്ത് പാരായണം ചെയ്താലുള്ള പ്രതിഫലത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസുകൾ എത്രയോ നമുക്ക് കാണാം. ഒരു ഹദീസ് കൂടി വിവരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ വതബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, വല്ലൊരുത്തനും അലിഫ് ലാം മീം തൻസീൽ അഥവാ സജ്ദ സൂറത്തും തബാറക സൂറത്തും പാരായണം ചെയ്താൽ ഉഅ്തിയ മിനൽ അജ്ർ, കൂലിയിൽ നിന്നും അവന് നൽകപ്പെടുന്നതാണ് കഅന്നമാ അഹ്യാ ലൈലത്തുൽ ഖദർ, എത്രയോ ശ്രേഷ്ഠതകളുള്ള പോരിശയുള്ള ലൈലത്തുൽ ഖദർ എന്ന രാവിനെ ഹയാത്താക്കിയവനെ പോലെ എത്രയോ മഹത്വങ്ങളും ഈ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഇതിലപ്പുറം ഇനി എത്ര വലിയ മഹത്വമാണ്. അപ്പോൾ എത്ര വലിയ മഹത്വമാണ് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 സൂറത്തുകളും പതിവായി പാരായണം ചെയ്യാനും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ലഭിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിത സൗഖ്യം ലഭിക്കാനും പിശാചിൻ്റെ ശർറിൽ നിന്നും രക്ഷപ്പെടാനും ഖബർ ജീവിതം സുഖകരമാക്കാനും ആഖിറം വിജയിക്കാനും സജദ, സൂറത്ത് മുൽക്ക്, യാസീൻ, റഹ്മാൻ, വാഖിയ ഇത്തരത്തിലുള്ള സൂറത്തുകൾ പതിവായി നാം ഓതണം. പക്ഷേ തജ്വീദ് അനുസരിച്ചായിരിക്കണം. ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് സജ്ദ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.